ഇന്നത്തെ ലെസൺ കുറച്ച് സ്പെഷ്യലാണ്. ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നവർക്കും ഇംഗ്ലീഷ് ഒരുവിധം നന്നായിട്ട് അറിയാവുന്നവർക്കും ഒരേപോലെ സംശയം തോന്നാറുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അവൾ പഠിച്ചു. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഷീ സ്റ്റഡീഡ് എന്നാണോ? ഷീ ഹാസ് സ്റ്റഡീഡ് എന്നാണോ? മറ്റൊന്ന്, ഞാനത് ചെയ്തു. ഐ ഡിഡ് ഇറ്റ് എന്നാണോ പറയേണ്ടത്? ഐ ഹാവ് ഡൺ ഇറ്റ് എന്നാണോ? അപ്പോൾ മിക്കവാറും പേർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവാതിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ വിഷമിക്കേണ്ടതില്ല. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകാതിരിക്കാനുള്ള ട്രിക്കാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിത് മാത്രം ചെയ്താൽ മതി. ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണണം. പിന്നെ അവസാനം വരുന്ന ഒരു ഷോർട്ട് ക്വിസ് ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കൂട്ടത്തിൽ എളുപ്പമുള്ളത് വെച്ച് തുടങ്ങാം. ഞാൻ ആദ്യം സിമ്പിളായിട്ടൊരു സെൻറ്റൻസ് മലയാളത്തിൽ പറയാണ്. ഞങ്ങൾ ഫുട്ബോൾ കളിച്ചു. അപ്പോൾ ഇംഗ്ലീഷിൽ വരുന്നത് ഇങ്ങനെയാണ്, വി പ്ലേഡ് ഫുട്ബോൾ. ശരിയാണല്ലോ. ഇനി എപ്പോഴാണ് ഈ ഫുട്ബോൾ കളിച്ചതെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്കറിയാം ഇന്നലെയാണ് കളിച്ചതെന്ന്. അപ്പോൾ അതുകൂടെ ചേർക്കുമ്പോൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് എങ്ങനെയാവും? വി പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. അടുത്തത് പറയുകയാണേ, ഞാൻ അവളെ കഴിഞ്ഞ ആഴ്ച കണ്ടുമുട്ടി. ഐ മെറ്റ് ഹർ ലാസ്റ്റ് വീക്ക്. ഈ മെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? കണ്ടുമുട്ടുക എന്നുള്ളതിന് ടു മീറ്റ് എന്നാണ് പറയുക. അപ്പോൾ മീറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ്. ഐ മെറ്റ് ഹർ എപ്പോഴാണ്? ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ് നമ്മളീ പറഞ്ഞത്. ഇനി വേറൊരെണ്ണം, മീറ്റിംഗ് 10 മണിക്ക് തുടങ്ങി അല്ലെങ്കിൽ ആരംഭിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പോൾ രാവിലെ 10 മണി എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ഒരു സമയമാണല്ലേ. അപ്പോൾ എന്താ പറയുന്നത് നോക്കൂ, ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് അറ്റ് 10. കേട്ടോ, സ്റ്റാർട്ടഡ് എന്നാണ് ഞാൻ പറഞ്ഞത്, പാസ്റ്റ് ടെൻസ്. ഇനിയുണ്ട് കേട്ടോ എക്സാമ്പിൾസ്. കഴിഞ്ഞ ദിവസം അവർ ഞങ്ങളെ സന്ദർശിച്ചു. അപ്പോൾ ഈ പ്രവൃത്തി എപ്പോഴാണ് നടന്നതെന്ന് നമുക്ക് കൃത്യം അറിയില്ല, എങ്കിലും കഴിഞ്ഞുപോയ കാര്യമാണെന്ന് മനസ്സിലായല്ലോ. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ വരുന്നത് ഇങ്ങനെയാണ്, ദി അതർ ഡേ ദേ വിസിറ്റഡ് അസ്. ദേ വിസിറ്റഡ് അസ് എന്നാണ് ഞാൻ പറഞ്ഞത്, പാസ്റ്റ് ടെൻസ് വന്നു. ഇനി മറ്റൊന്ന്, അവളിവിടെ 10 മിനിറ്റ് മുൻപ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അവളിവിടെ 10 മിനിറ്റ് മുൻപ് ഉണ്ടായിരുന്നു. എങ്ങനെ വരുന്നതെന്ന് നോക്കൂ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ, ഷി വാസ് ഹിയർ 10 മിനിറ്റ്സ് എഗോ. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഞാനിവിടെ വാസ് എന്ന് പറഞ്ഞത്. ഈ വാസ് എന്ന് പറയുന്നത് ബി എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ഷീ ഒരാളായതുകൊണ്ട് ഷീ വാസ് എന്ന് പറഞ്ഞു. കുറേ പേരുണ്ടായിരുന്നെങ്കിൽ ദേ ആയിരുന്നെങ്കിൽ ദേ വേർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ട സെൻറ്റൻസസിലെല്ലാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? പാസ്റ്റിൽ നടന്നു എന്ന് പറയുന്ന ഈ പ്രവൃത്തികളെല്ലാം എപ്പോഴാണ് നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇന്നലെ, അതായത് യെസ്റ്റർഡേ, അല്ലെങ്കിൽ 10 മിനിറ്റ് മുൻപ് 10 മിനിറ്റ്സ് എഗോ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ നടത്തുന്ന കോൺവെർസേഷൻസ് ഉണ്ടല്ലോ, ആ സംഭാഷണങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഈ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് എപ്പോഴാണ് നടന്നതെന്നുള്ളത് എടുത്ത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ സംസാരിച്ച് പോകുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം പറയാതെ തന്നെ പറഞ്ഞേക്കാം. ഞാൻ അതിനുള്ള എക്സാമ്പിൾസ് പറയാം. ഇപ്പോൾ നമ്മൾ ഒരാളോട് പറയണം, അവർ ഞങ്ങളോട് എല്ലാം പറഞ്ഞു. ഇംഗ്ലീഷിൽ ദേ ടോൾഡ് അസ് എവ്രിതിങ്. ദേ ടോൾഡ് അസ് എവ്രിതിങ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്, എപ്പോൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാതിരുന്നത്? ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന ആളുകൾക്കും കൃത്യമായിട്ട് അറിയാം എപ്പോഴാണ് പറഞ്ഞതെന്ന്. നമുക്കറിയാം ഇത് പാസ്റ്റിൽ നടന്ന കാര്യമാണെന്ന്. അതുകൊണ്ടാണ് ആ കോൺവെർസേഷനിൽ നമ്മളത് എടുത്ത് പറയാത്തത്. അപ്പോൾ സാധാരണ സംഭാഷണങ്ങളിൽ ഈ ടൈം റെഫറൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല കേട്ടോ. മറ്റൊന്ന്, ഈ ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചതിനെ പറ്റി പറയാം കേട്ടോ. തോമസ് എഡിസനാണ് ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇംഗ്ലീഷിൽ എഡിസൺ ഇൻവെൻറ്റഡ് ദ ലൈറ്റ് ബൾബ്. അപ്പോൾ ഇത് ഏത് വർഷം കണ്ടുപിടിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യം പറയണമെന്നില്ല. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇത് പാസ്റ്റിൽ നടന്നതാണെന്ന്. അതുകൊണ്ട് നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഏത് തരം പാസ്റ്റ് ടെൻസ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരുന്നു നമ്മൾ ഈ കണ്ട സെൻറ്റൻസസ് എല്ലാം വന്നിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വേർബിൻ്റെ രണ്ടാമത്തെ ഫോം, അതായത് V2 ഫോം യൂസ് ചെയ്താൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കിട്ടും. അപ്പോൾ ഗോ ആണ് വേർബെങ്കിൽ നമ്മളവിടെ വെൻറ്റ് എന്ന് പറയേണ്ടി വരും. സ്റ്റഡി ആണെങ്കിൽ സ്റ്റഡീഡ് എന്ന് പറയുന്നു. ഇനി ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണമെങ്കിൽ 1-2 കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന്, ഈ ആക്ഷൻ, അതായത് ഈ പ്രവൃത്തി പാസ്റ്റിൽ എപ്പോഴാണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. അതൊന്ന്. രണ്ടാമത്, ഈ പ്രവൃത്തി ഇപ്പോഴും നടക്കുന്നില്ല എന്ന്, അതായത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം.
ഈ ലെസൻ്റെ തുടക്കത്തിൽ ഞാൻ 1-2 സെൻറ്റൻസസ് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഇതാ നോക്കൂ, ഷീ സ്റ്റഡീഡ്, ഷീ ഹാസ് സ്റ്റഡീഡ്. ഇതിൽ ആദ്യത്തത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ രണ്ടാമത്തെ ടൈപ്പ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ട് തന്നെയുള്ളൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. നോക്കൂ, സാം ഇന്നലെ ഒരു ഗ്ലാസ് പൊട്ടിച്ചു. അപ്പോൾ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണ്, പക്ഷെ അത് എപ്പോൾ നടന്നു എന്ന് നമുക്കറിയാം. ഇന്നലെയാണ് പൊട്ടിച്ചത്. എന്താ പറയുക ഇംഗ്ലീഷിൽ? സാം ബ്രോക്ക് എ ഗ്ലാസ് യെസ്റ്റർഡേ. പൊട്ടിക്കുക എന്നുള്ളതിനാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, V2 ഫോമാണ് ബ്രോക്ക്. സാം ബ്രോക്ക് എ ഗ്ലാസ് യെസ്റ്റർഡേ. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. സാം വീണ്ടും ഒരു ഗ്ലാസ് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞു, പക്ഷെ അത് എപ്പോഴാണ് പൊട്ടിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് സാം ഹാസ് ബ്രോക്കൺ എ ഗ്ലാസ് എഗെയിൻ. സാം ഹാസ് ബ്രോക്കൺ എ ഗ്ലാസ് എഗെയിൻ. സാം ഇവിടെ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ കണ്ടല്ലോ, ഹാസ് ബ്രോക്കൺ. ഈ ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക്, പൊട്ടിക്കുക എന്ന ആ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ബ്രോക്കൺ. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിന് നമ്മൾ രണ്ടാമത്തെ ഫോം ഉപയോഗിച്ചു, സാം ബ്രോക്ക് എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് സാം ഹാസ് ബ്രോക്കൺ, മൂന്നാമത്തെ ഫോം ഉപയോഗിച്ചു കേട്ടോ. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. സൂര്യൻ 6 മണിക്ക് ഉദിച്ചു. ഇപ്പോൾ രാവിലെ 8 മണിയായിട്ടോ സമയം. അപ്പോൾ ഞാൻ പറയാണ്, സൂര്യൻ രാവിലെ 6 മണിക്ക് ഉദിച്ചു. എപ്പോഴാണ് ഉദിച്ചതെന്ന് എനിക്ക് കൃത്യം സമയം അറിയാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പോവുക. ദ സൺ റോസ് അറ്റ് 6 o'clock. ഉദിക്കുക എന്നുള്ളതിന് റൈസ് എന്നാണ് പറയുക. അതിൻ്റെ പാസ്റ്റ് ഫോം V2 ഫോമാണ് റോസ്. ദ സൺ റോസ് അറ്റ് 6 o'clock. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്, സൂര്യൻ ഉദിച്ചിരിക്കുന്നു. അതായത് ഞാൻ രാവിലെ എണീറ്റപ്പോൾ എല്ലായിടത്തും നല്ല വെളിച്ചം, സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എപ്പോൾ ഉദിച്ചു എന്ന് എനിക്കറിയില്ല, അത് ഞാനിവിടെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ദ സൺ ഹാസ് റിസൺ എന്നാണ്. കണ്ടോ, ദ സൺ കഴിഞ്ഞിട്ട് ഹാസ് റിസൺ. ഈ റിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ് എന്ന വേർബ് ഉണ്ടല്ലോ, ഉദിക്കുക, അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് റിസൺ. രണ്ടാമത്തെ ഫോമായ റോസ് നമ്മൾ ആദ്യം ഉപയോഗിച്ചു സിമ്പിൾ പാസ്റ്റ് ടെൻസിന്. ഇവിടെ പറഞ്ഞത് ദ സൺ ഹാസ് റിസൺ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ദ സൺ, സൂര്യൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ദ സൺ ഹാസ് റിസൺ ആണ് കേട്ടോ. അപ്പോൾ സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ, നമ്മൾ പറയുന്നത് ഒരാളെക്കുറിച്ചാണെങ്കിൽ, ഒരു വസ്തുവിനെ കുറിച്ചാണെങ്കിൽ അവിടെ ഹാസ് എന്നാണ് വന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന്, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച 2 മത്സരങ്ങൾ ജയിച്ചു. അപ്പോൾ കൃത്യം സമയം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ട് ഞാനിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പോവുക. വി വൺ 2 matches ലാസ്റ്റ് വീക്ക്. അപ്പോൾ ജയിക്കുക എന്നുള്ളതിന് വിൻ എന്നാ പറയുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വൺ. കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നിങ്ങളതിൽ എക്സ്പേർട്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഈ ആഴ്ച 2 മത്സരങ്ങൾ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ ആഴ്ച എന്ന് പറഞ്ഞല്ലോ എന്ന്. പക്ഷേ ഈ ആഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞു പോയൊരു സമയമല്ല അല്ലേ. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ ആഴ്ച എന്ന് പറയുമ്പോൾ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് ഈ ആഴ്ച തീരാൻ. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഞങ്ങൾ മത്സരങ്ങൾ ജയിച്ചേക്കാം. അതുകൊണ്ടാണ് നമുക്കിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് വി ഹാവ് വൺ 2 matches ദിസ് വീക്ക്. ഞങ്ങൾ ഈ ആഴ്ച 2 മത്സരങ്ങൾ ജയിച്ചിരിക്കുന്നു, പക്ഷേ ഇനിയും ചിലപ്പോൾ ജയിച്ചേക്കാം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാണ്ട് ഈ വി ഹാവ് വൺ എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ശ്രദ്ധിച്ചല്ലോ, വി കഴിഞ്ഞ് പറഞ്ഞത് എന്താണ്? ഹാവ് വൺ എന്നാണ്. വി ഒന്നിലധികം പേരാണ്, ഞങ്ങൾ. അതുകൊണ്ടാണ് ഹാസിന് പകരം ഹാവ് ഉപയോഗിച്ചത്. നിങ്ങളത് നോട്ട് ചെയ്തല്ലോ. നമ്മളിപ്പോൾ കണ്ട 1-2 സെൻറ്റൻസസ് ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ. സാം ഹാസ് ബ്രോക്കൺ എ ഗ്ലാസ് എഗെയിൻ. വി ഹാവ് വൺ 2 matches ദിസ് വീക്ക്. ഇവിടെ കണ്ടല്ലോ, സാം കഴിഞ്ഞിട്ട് ഹാസ് ബ്രോക്കൺ, വി കഴിഞ്ഞിട്ട് എന്താ വന്നേ? ഹാവ് വൺ. അപ്പോൾ വേർബ് ഈ ഫോമിൽ വരുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഇങ്ങനെ വരുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേര് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ്. ഈ ടെൻസിൻ്റെ പേര് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ, ഇവിടെ നമ്മൾ പറയുന്നത് കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ്, എന്നിട്ടും അതിൻ്റെ പേര് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ്. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ പറയുന്നത് കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണെങ്കിലും അതിന് ഈ പ്രസൻറ്റുമായിട്ട്, ഇപ്പോഴത്തെ ഈ സമയവുമായിട്ട് ബന്ധമുണ്ട്. കണ്ടോ, സാം ഒരു ഗ്ലാസ് പൊട്ടിച്ചിരിക്കുന്നു, നമുക്ക് കാണാം ആ ഗ്ലാസ് പൊട്ടിയവിടെ കിടക്കുന്നത്. ഞങ്ങൾ ഈ ആഴ്ച 2 മത്സരങ്ങൾ ജയിച്ചിരിക്കുന്നു. അതിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് ഇനിയും ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേക്കാം, പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തേക്കാം.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പലർക്കും അത് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരേപോലെ ഇരിക്കുന്ന തരം സെൻറ്റൻസസ് ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് തരുന്നത് കേട്ടോ. ഒരെണ്ണം കൂടെ തരാം. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ജപ്പാനിൽ 2009 പോയി. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ വെൻറ്റ് ടു ജപ്പാൻ ഇൻ 2009 അല്ലേ? കാരണം എന്നാണ് പോയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചത്. ഐ വെൻറ്റ് ടു ജപ്പാൻ ഇൻ 2009. പക്ഷേ ഇനി ഞാൻ പറയുന്നത് ഞാൻ ജപ്പാനിൽ പോയിട്ടുണ്ട് എന്ന് മാത്രമാണ്, എന്നാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ചും യാത്രയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഐ ഹാവ് ബീൻ ടു ജപ്പാൻ മാത്രം. ടൈം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഐ ഹാവ് ബീൻ ടു ജപ്പാൻ. അപ്പോൾ ഇവിടെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം, ഐ ഹാവ് ഗോൺ എന്നല്ലേ പറയേണ്ടതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഒരു യാത്രാനുഭവം, ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജപ്പാനിൽ പോയി തിരിച്ചു വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഐ ഹാവ് ബീൻ എന്നാണ് പറയുക, ഐ ഹാവ് ഗോൺ എന്നല്ല കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഐ വെൻറ്റ് ടു ജപ്പാൻ ഇൻ 2009 എന്ന് പറഞ്ഞല്ലോ. ഇതിനൊരു ചോദ്യം നിങ്ങൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? വെൻ ഡിഡ് യു ഗോ ടു ജപ്പാൻ എന്നായിരിക്കും അല്ലേ? അപ്പോൾ വ്യത്യാസം കണ്ടോ? ചോദ്യത്തിൽ അവിടെ എന്താ വന്നത്? വെൻ ഡിഡ് യു ഗോ ടു ജപ്പാൻ. ഉത്തരം ഐ വെൻറ്റ് ടു ജപ്പാൻ ഇൻ 2009. അടുത്ത സെൻറ്റൻസ് നോക്കൂ, ഐ ഹവ് ബീൻ ടു ജപ്പാൻ. അതിനെങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്? ഹാവ് യു ബീൻ ടു ജപ്പാൻ എന്നായിരിക്കും അല്ലേ? നിങ്ങൾ ജപ്പാനിൽ പോയിട്ടുണ്ടോ? പോയോ എന്നല്ല, നിങ്ങൾ ജപ്പാനിൽ പോയിട്ടുണ്ടോ? ഹാവ് യു ബീൻ ടു ജപ്പാൻ എന്നാണ് ഇവിടെ ചോദ്യം വന്നത്. അപ്പോൾ ചോദ്യങ്ങളിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസസും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യത്തേത് മലയാളത്തിൽ, ഞാൻ ആ ജോലി 1 മണിക്കൂർ മുൻപ് തീർത്തു. എപ്പോഴാണ് തീർത്തേ? 1 മണിക്കൂർ മുൻപ്. പാസ്റ്റിലാണ്, കൃത്യം സമയം അറിയാം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കൂ. ഐ ഫിനിഷ്ഡ് ദ വർക്ക് ആൻ അവർ എഗോ. ഐ ഫിനിഷ്ഡ് ദ വർക്ക് ആൻ അവർ എഗോ. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ആ ജോലി ഇതുവരെ തീർത്തിട്ടില്ല എന്നാണ്. അതായത് ഈ നിമിഷം വരെ തീർത്തിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഐ ഹാവൻ ഫിനിഷ്ഡ് ദ വർക്ക് യെറ്റ്. ഇതുവരെ എന്ന് പറയാനാണ് നമ്മൾ യെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഐ ഹാവൻ ഫിനിഷ്ഡ് ദ വർക്ക് യെറ്റ് എന്ന് പറഞ്ഞത്. ഇനി ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്ന വേറെ ചില സിറ്റുവേഷൻസ് ആണ് നമ്മളിനി നോക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലാരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നീ ആ പാത്രം കഴുകിയോ? അപ്പോൾ ഇയാൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ പാത്രം കഴുകിയിട്ടുണ്ടെന്ന്. അല്ല, പ്രതീക്ഷിക്കുന്നതിന് മുൻപേ നമ്മളത് കഴുകി കഴിഞ്ഞു. അപ്പോൾ നമ്മളവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഹവ് ഓൾറെഡി ഡൺ ദ ഡിഷസ് എന്നാണ്. പാത്രം കഴുകുക എന്നുള്ളതിന് ടു ഡു ദ ഡിഷസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഐ ഹാവ് ഓൾറെഡി ഡൺ ദ ഡിഷസ്. ഡു ഇൻ്റെ വേർബ് 3 ആണ് ഡൺ. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഓൾറെഡി എന്നുള്ള വാക്ക് പലപ്പോഴും നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പോൾ ആ വാക്ക് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി മറ്റൊന്ന്, ട്രെയിൻ ഇപ്പോൾ അങ്ങോട്ട് വിട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? അവിടെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അത് ഇംഗ്ലീഷിൽ പറയുന്നത് ദ ട്രെയിൻ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് എന്നാണ്. ഈ ജസ്റ്റ് എന്ന വാക്ക് അവിടെ യൂസ് ചെയ്ത് എന്താണെന്നറിയാമോ? ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ള അർത്ഥം കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് എന്ന വാക്കും പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന്, ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല മൂവിയാണിത്. ഇംഗ്ലീഷിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് മൂവി ഐ ഹാവ് എവർ വാച്ച്ഡ്. ഇതുവരെ കണ്ടതിൽ എന്ന അർത്ഥം കിട്ടാനാണ് ഐ ഹാവ് എവർ വാച്ച്ഡ് എന്ന് പറഞ്ഞത് കേട്ടോ. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ എവർ, നെവർ എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന്, ഒരു പ്രവൃത്തി എത്ര നാളായി നടക്കുന്നു എന്നൊരു ടൈം റെഫറൻസ് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പലപ്പോഴും ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഉദാഹരണം പറയാം ഞാൻ. ഞങ്ങൾ സ്കൂൾ കാലഘട്ടം തുടങ്ങി സുഹൃത്തുക്കളാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ സുഹൃത്ത് ബന്ധമാണ്, അതിപ്പോഴും തുടരുന്നു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ വി ഹാവ് ബീൻ ഫ്രണ്ട്സ് സിൻസ് അവർ സ്കൂൾ ഡേയ്സ്. ഞാനിവിടെ പറഞ്ഞു കണ്ടോ, സിൻസ് അവർ സ്കൂൾ ഡേയ്സ്. സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പോയിൻ്റ് ഓഫ് ടൈം തുടങ്ങി, ആ സ്കൂൾ കാലഘട്ടം മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈം പീരീഡിനെ പറ്റി പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. മറ്റൊന്ന്, ഒരാഴ്ചയായി അയാൾക്ക് അസുഖമാണ്. അപ്പോൾ അയാൾക്ക് ഈ അസുഖത്തിൻ്റെ ഒരു അവസ്ഥ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഹി ഹാസ് ബീൻ ഇൽ ഫോർ എ വീക്ക്.
ഒരാഴ്ചയായി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫോർ എ വീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കാലമായി എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ ഫോർ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. മറ്റൊന്ന്, എനിക്ക് 12 വയസ്സുള്ളപ്പോൾ മുതൽ എനിക്ക് സൽമയെ അറിയാം. ഇംഗ്ലീഷിൽ ഐ ഹാവ് നോൺ സൽമ സിൻസ് ഐ വാസ് 12. കണ്ടോ, ഞാൻ അന്ന് തുടങ്ങി സൽമയെ അറിയുന്നതാണ്, ഇപ്പോഴും എനിക്കറിയാം. എന്ന് തുടങ്ങി എനിക്ക് 12 വയസ്സുള്ളപ്പോൾ തൊട്ട്, സിൻസ് ഐ വാസ് 12. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ്. ഐ ഹാവ് നോൺ സൽമ സിൻസ് ഐ വാസ് 12. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്താണ് ഈ 2-3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ കേട്ടോ. ഞാൻ അയാളെ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട്. ഐ സ്പേസ് ഹിം സം വേ ബിഫോർ. ഓപ്ഷൻസ് സോ, ഹാവ് സീൻ. രണ്ടാമത്തെ, അവളുടെ താക്കോലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഷീ സ്പേസ് ഹെർ കീസ്. ഓപ്ഷൻസ് ലോസ്റ്റ്, ഹാസ് ലോസ്റ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവർ കഴിഞ്ഞ വർഷം മറ്റൊരു കാറ് വാങ്ങി. ദേ സ്പേസ് അനദർ കാർ ലാസ്റ്റ് ഇയർ. ഓപ്ഷൻസ് ബോട്ട്, ഹാവ് ബോട്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ചൂസ് ചെയ്യൂ, കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ബൈ.